ആഭരണം ഊരിമാറ്റുന്നത് സ്നാനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത സംഗതിയാണോ? ബൈബിൾ എന്തു പറയുന്നുവെന്ന് നോക്കാം. ദൈവം സൃഷ്ടിച്ച ആദിമ ഭൂമിയിലും നവീകരിക്കപ്പെട്ട അഥവാ ശപിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഭൂമിയിലും പൊന്നുണ്ടായിരുന്നു. പാപപ്രവേശനത്തിന് ശേഷം ശാപഗ്രസ്തമായ ഭൂമിയിൽ മനുഷ്യന് ഉപകാരപ്രദമല്ലാത്തതും ദ്രോഹകരവുമായ പലതുമുണ്ടായി. മുള്ളും പറക്കാരയും അവയിൽപ്പെടുന്നതാണ്. ഉൽപ്പത്തി 3:18. എന്നാൽ ആദിമ ഭൂമിയിൽ പൊന്നുണ്ടായിരുന്നു. വീണുപോയ ദൂതനെക്കുറിച്ചും അവൻ്റെ സൃഷ്ടിയെക്കുറിച്ചും പറയുമ്പോൾ അവൻ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നുവെന്നും നവരത്നങ്ങളാൽ അവൻ അലങ്കൃതനായിരുന്നുവെന്നും നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു യെഹെസ്കേൽ 28:13 എന്നും തിരുവെഴുത്ത് പറയുന്നു. വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവം ദൂതസൃഷ്ടിയിൽ പൊന്ന് ഉൾപ്പെടുത്തിയിരുന്നു. തുടർന്ന് പാഴും ശൂന്യവുമായി തീർന്ന ഭൂമിയെ ദൈവം നവീകരിച്ച് മനുഷ്യവാസത്തിന് അനുയോജ്യമായവയെല്ലാം സൃഷ്ടിച്ചൊടുവിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. പിന്നീട് കിഴക്ക് ഒരു തോട്ടമുണ്ടാക്കി ആ തോട്ടത്തെ നനയ്ക്കുവാൻ ഒരു നദി പുറപ്പെടുവിച്ചു. അത് 4 ശാഖകളായി ഒഴുകി അവയിൽ പീശോൻ ചുറ്റിയൊഴുകുന്ന ഹവീല ദേശത്ത് മേത്തരമായ പൊന്നുണ്ടായിരുന്നു എന്ന് കാണുന്നു. ഉൽപ്പത്തി 2:11-12. ശപിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഭൂമിയിലായിരുന്നു ഇതെന്ന് ഓർക്കണം. താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു. ഉൽപ്പത്തി 1:31. ദൈവം സൃഷ്ടിച്ച മനുഷ്യാധിവാസയോഗ്യമായ ശാപരഹിത ഭൂമിയിൽ പൊന്നുമുണ്ടായിരുന്നു. അതും ദൈവം നല്ലതെന്ന് കണ്ടുവെന്ന് വ്യക്തം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം തന്നെയാണ് സ്വർണലോഹം ഉൾക്കൊള്ളുന്ന ഭൂമി ഉൾപ്പെടെയുള്ള സകല സൃഷ്ടിയും നല്ലതെന്ന് കണ്ടത്. ഈ 2 വാക്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ദൂതസൃഷ്ടിയിൽ പൊന്നുൾപ്പെടുത്തിയ ദൈവം മനുഷ്യ സൃഷ്ടിയിലും അത് ഒഴിവാക്കിയില്ല. നിലത്തെ പൊടിയും ദൈവത്തിൻ്റെ ശ്വാസവും ഉൾക്കൊള്ളുന്ന മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ശരീരവും സ്വർണം ഉൾക്കൊള്ളുന്നുണ്ട്. ആഭരണം ധരിക്കാതെ തന്നെ ശരീരത്തിൽ അതുണ്ട് എന്നത് വസ്തുതയാണ്. ദൈവം സൃഷ്ടിച്ച ഭൂമിയിലെ മറ്റു ലോഹങ്ങളോടുള്ള മനോഭാവം തന്നെ പൊന്നിനോടും പുലർത്തുന്നതല്ലേ നല്ലൊരു നിലപാട്? വഴിപാട്. ദൈവം പൊന്ന് സൃഷ്ടിക്കുകയും ദൂത മനുഷ്യ സൃഷ്ടികളിൽ അത് ഉൾപ്പെടുത്തുകയും മാത്രമല്ല, ജനത്തിൽ നിന്നും അത് വഴിപാടായി ചോദിക്കുകയും വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പുറപ്പാട് 25:3-8 വരെ. അവയിൽ പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേലിലെ ഗോത്രപ്രഭുക്കന്മാരിൽ നിന്ന് 16,750 ഷെക്കൽ പൊന്ന് വഴിപാടായി വാങ്ങിയിട്ടുണ്ട്. അതിൽ പൊൻകലശവും ഉൾക്കൊള്ളുന്നു. സംഖ്യ 7:14-20, 31:50, 51, 52. പൊന്ന് ദൈവത്തിൻ്റെ വകയാണ്. പൊന്ന് ദൈവത്തിൻ്റേതാണെന്ന് ദൈവം അവകാശം ചെയ്യുന്നു. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഹഗായി 2:8. നിങ്ങൾ എൻ്റെ വെള്ളിയും പൊന്നും എടുത്തു എൻ്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി. യോവേൽ 3:5. പൊന്നും വെള്ളിയും ദൈവത്തിനുള്ളതാണ്. അതുപോലെ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈതലും ദൈവത്തിൻ്റെ വകയും സ്വകാര്യ സ്വത്തുമാണ്. യെശയ്യാ 43:1, 1 കൊരിന്ത്യർ 3:23. ദൈവത്തിനുള്ളവയ്ക്കെല്ലാം ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണ് ദൈവമക്കൾ. റോമർ 8:17-32, എഫേസ്യർ 3:6, ഗലാത്യർ 4:7. ദൈവത്തിനുള്ളവയ്ക്കെല്ലാം ന്യായമായ അവകാശം അവിടുത്തെ മക്കൾക്കുമുണ്ട്. ദൈവജനത്തിന് പൊന്നും വെള്ളിയും ഏറി വർദ്ധിക്കാമെന്നും തിരുവെഴുത്ത് പറയുന്നു. ആവർത്തനം 8:13. പൊന്ന് സമ്പാദിക്കുന്നത് തിരുവെഴുത്ത് വിലക്കിയിട്ടില്ല. ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനം പോരുമ്പോൾ അയൽവാസികളോട് പൊന്നാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും ചോദിച്ചു വാങ്ങണമെന്ന് ദൈവം പ്രത്യേകം പറഞ്ഞിരുന്നു. മിസ്രയീമ്യർക്ക് അവരോട് ദൈവം കൃപ തോന്നുമാറാക്കുമെന്നും ദൈവം വാഗ്ദത്തം ചെയ്തതനുസരിച്ച് അവർ ചോദിച്ചൊക്കെയും അവർക്ക് കൊടുത്തതായും നമ്മൾ കാണുന്നു. പുറപ്പാട് 3:22, 11:2-3, 12:35-36. കൊള്ളയ്ക്ക് ദൈവം കൂട്ടുനിന്നതായി ഈ സംഭവത്തെ വ്യാഖ്യാനിക്കരുത്. ഇസ്രായേൽ ജനത്തെക്കൊണ്ട് ചെയ്യിച്ച ഊഴിയ വേലയ്ക്ക് അവർക്ക് ലഭിക്കേണ്ട ന്യായമായ കൂലി വാങ്ങുവാൻ ദൈവം അനുവദിക്കുകയായിരുന്നു. ഇതേ ആഭരണങ്ങളാണ് വഴിപാടായി ദൈവം ജനത്തിൽ നിന്ന് സ്വീകരിച്ചത്. ദേവാലയ ഉപകരണങ്ങളും പുറപ്പാട് 25 മുതലുള്ള അധ്യായങ്ങളിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്ന സമാഗമന കൂടാരപ്പണിയിൽ പൊന്ന്, വെള്ളി, മറ്റു രത്നങ്ങളുടെ ഉപയോഗം ഇവിടെ പറയുക ബുദ്ധിമുട്ടാണ്. പെട്ടകം തുടങ്ങിയുള്ള ഉപകരണങ്ങൾ
അവയുടെ വളയങ്ങൾ, തണ്ടുകൾ, കൊമ്പുകൾ, കൃപാസനം എന്നിവയെല്ലാം പൊന്നുകൊണ്ട് പൊതിയണമായിരുന്നു. നിലവിളക്കാകട്ടെ തനിത്തങ്കമായിരിക്കണമായിരുന്നു. മഹാപുരോഹിതൻ്റെ അലങ്കാരത്തിലും പൊന്നിൻ്റെ സ്ഥാനം നിർണായകമായിരുന്നു. അവയിൽ ചിലതിൻ്റെയും മേൽ യഹോവയ്ക്ക് വിശുദ്ധം എന്നെഴുതിയുമിരുന്നു. മന്ദിരം സ്വർണത്തെ ശുദ്ധീകരിക്കുന്നെന്ന് കർത്താവായ യേശു പറഞ്ഞതായി പുതിയ നിയമത്തിലും കാണാം. മത്തായി 23:16-17. ഒരു ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് ധനികനെന്നോ ദരിദ്രനെന്നോ ഭേദം കൂടാതെ 1/2 ശെക്കൽ വെള്ളിയാണ് കൊടുക്കേണ്ടിയിരുന്നത്. യഹോവയുടെ പെട്ടകം എക്രോനിൽ നിന്ന് ബേത്ത്ശെമേശിലേക്ക് അയക്കുമ്പോൾ പൊന്നുകൊണ്ട് 5 മൂലക്കുരുവും പൊന്നുകൊണ്ട് 5 എലിയും പ്രായച്ചിത്തമായൊരു ചെല്ലത്തിൽ അതിനെ തിരികെ വെച്ചയച്ചു. 1 ശമൂവേൽ 6:1-16 വരെ. എബ്രഹാമിൻ്റെ ദാസനായ എലേസർ മെസൊപ്പൊത്താമ്യയിൽ വെച്ച് റിബേക്കയുടെ പിതാവായ ബെതുവേലിനോടും സഹോദരനായ ലാബാനോടും യഹോവ എൻ്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു, അവൻ മഹാനായി തീർന്നു, അവനവന് ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസിദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഉൽപ്പത്തി 24:35. യഹോവ തൻ്റെ യജമാനനായ അബ്രഹാമിന് പൊന്നുൾപ്പെടെയുള്ള അനുഗ്രഹങ്ങൾ നൽകിയിരുന്നുവെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. പൊന്നിൽ ബഹുസമ്പന്നനായിരുന്നു അബ്രഹാം. എലേസറിൻ്റെ പക്കൽ ഇസഹാക്കിൻ്റെ കന്യകയ്ക്ക് നൽകുവാൻ 1/2 ശെക്കൽ തൂക്കമുള്ള പൊന്മൂക്കുത്തിയും 10 ശെക്കൽ തൂക്കമുള്ള 2 പൊൻവളയും കൂടാതെ പൊന്നാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും കൊടുത്തയച്ചു. അത് എലേസർ അവൾക്ക് കൊടുക്കുകയും അവൾ അണിയുകയും ചെയ്തു. ഉൽപ്പത്തി 3:2, 24, 22, 35, 53. പാപം വെറുത്തോടിയ യോസഫ് ഫറവോൻ അണിയിച്ച മുദ്രമോതിരവും സ്വർണ്ണ സരപ്പളിമാലയും അണിഞ്ഞു. ഉൽപ്പത്തി 41:42. അഹറോൻ അലങ്കാര വസ്ത്രത്തിലും ഏഫോദ്, വട്ടക്കണ്ണി, പട്ടം എന്നുവേണ്ട ആകെ പൊന്നാഭരണം അണിഞ്ഞതായിരുന്നു. ശലോമോന് ശേബാരാജ്ഞി 120 താലന്ത് പൊന്നും, അതായത് $3.5 ദശലക്ഷം വില വരും, അനവധി രത്നങ്ങളും നൽകി. 1 രാജാക്കന്മാർ 10:10. വ്യാപാരികൾ ശലോമോന് നൽകിയിരുന്നത് 666 താലന്ത് സ്വർണമായിരുന്നു. 200 പൊൻപരിച അവനുണ്ടാക്കി. അതിന് 600 ശെക്കൽ പൊന്നുപയോഗിച്ചു. 1 രാജാക്കന്മാർ 10:14-15. യെശയ്യാ 60:9 പറയുന്നു, ദാവീദിൻ്റെ ഇസ്രായേലിൻ്റെ കൂട്ടിച്ചേർപ്പിൽ അവൻ പൊന്നും വെള്ളിയുമായി മടങ്ങി വരും. ദാനിയേലിൻ്റെ കഴുത്തിൽ പൊന്മാല അണിയിച്ചു. ദാനിയേൽ 5:29. രാജകീയ ഭോജനം പോലും ഉപേക്ഷിച്ച ദാനിയേൽ പൊന്നാഭരണം ഉപേക്ഷിച്ചില്ല. യോശുവയുടെ തലയിൽ പൊന്നും വെള്ളിയും വാങ്ങി കിരീടമുണ്ടാക്കി ചൂടിച്ചു. സെഖര്യാ 6:11. യേശുവിൻ്റെ കാൽക്കൽ പൊന്ന് കാഴ്ച അർപ്പിച്ചു എന്ന് കാണുന്നു. മത്തായി 2:11. സഹോദരന്മാരുടെ ഇടയിൽ ആഭരണമണിയുന്ന പതിവും അതുവെച്ചുള്ള മുഖപക്ഷവും ഉണ്ടായിരുന്നുവെന്ന് യാക്കോബ് 2:1-9 വരെ കാണാം. യേശുവിൻ്റെ ജനനത്തിൽ വിദ്വാൻമാർ പൊന്ന് കാഴ്ചവെച്ചുവെന്ന് കണ്ടു. മത്തായി 2:11. ആത്മീക വ്യാഖ്യാനത്തെക്കാൾ അക്ഷരീകമായി സംഭവത്തെ അംഗീകരിക്കേണ്ടതുണ്ട്. യേശു 70 പേരെ സുവിശേഷ വേലയ്ക്കായിട്ട് അയക്കുമ്പോൾ മടിശീലയിൽ പൊന്നും വെള്ളിയും എടുക്കുവാൻ അനുവദിച്ചില്ല. മത്തായി 10:9. എന്നാൽ പ്രത്യേകിച്ച് പൊന്നിൻ്റെ കാര്യം എടുത്തു പറഞ്ഞില്ലെങ്കിലും പിന്നീട് അവ അനുവദിച്ചു. യേശു പറഞ്ഞ ദ്രഹ്മ, താലന്ത് എന്നീ ഉപമകളും സ്വർണത്തോടെ യേശുവിന് വിരക്തി ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ തെളിവുകളാണ്. ധൂർത്തപുത്രന് കൈക്ക് മോതിരം നൽകി പിതാവ് സ്വീകരിച്ചുവെന്ന് അവിടുന്ന് പറയുന്നത് ശ്രദ്ധേയമാണ്. ലൂക്കോസ് 15:2. യോഹന്നാൻ പത്മോസിൽ യേശുവിനെ കാണുന്നത് മാറത്ത് പൊൻകച്ച കെട്ടിയവനായിട്ടാണ്. വെളിപ്പാട് 1:13. ലവോദിക്ക സഭയോട് ധനികനാകുവാൻ തന്നോട് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്, അതായത് വചനം, വിലയ്ക്ക് വാങ്ങാൻ അവിടുന്ന് ആവശ്യപ്പെടുന്നു. വെളിപ്പാട് 3:18. ക്രിസ്തുവിൻ്റെയും സഭയുടെയും മഹത്വത്തെ പ്രേമഗീതങ്ങളിലും നിഴലുകളിലും പൊന്നിനോടും ആഭരണങ്ങളോടും ഉപമിച്ച് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. ഉത്തമഗീതം 1:10 പ്രിയൻ പ്രിയയെക്കുറിച്ച് നിന്റെ കവിൾത്തടങ്ങൾ രത്നാവലി കൊണ്ടും നിന്റെ കഴുത്ത് മുത്തുമാല കൊണ്ടും ശോഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പ്രിയൻ്റെ തലയെ അതിവിശേഷമായ തങ്കമെന്നും കൈകൾ ഗോമേതകം പതിച്ച സ്വർണ്ണ നാളങ്ങളാണെന്നും തുട തങ്കച്ചുവട്ടിൽ നിർത്തിയ വെൺകൽ തൂണാണെന്നും ഉത്തമഗീതം 5:10, 14, 15 പ്രിയ വിശേഷിപ്പിക്കുന്നു. സങ്കീർത്തനം 45:9 രാജാവിൻ്റെ വലത്ത് ഭാഗത്തെ രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നുവെന്നും അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളതാണെന്നും വിവരിക്കുന്നു. പുതിയ നിയമത്തിൽ വിശ്വാസികളുടെ പ്രവർത്തികളെ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവയോട് ഉപമിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 3:12.
സ്വർഗത്തിൽ മൂപ്പന്മാർ തലയിൽ പൊൻകിരീടം ധരിച്ച് സിംഹാസനങ്ങളിൽ ഇരിക്കുന്നതായിട്ട് യോഹന്നാൻ കാണുന്നു. വെളിപ്പാട് 4:4. വെളിപ്പാട് 21:18-21 പുതിയ യെരുശലേമിൻ്റെ സൗന്ദര്യ വർണ്ണനയിലും അടിസ്ഥാനത്തിലും വീതിയിലും പൊന്നിനുള്ള സ്ഥാനം കാണുവാൻ സാധിക്കും. ഒരു കന്യക തൻ്റെ ആഭരണവും ഒരു മണവാട്ടി തൻ്റെ അരക്കച്ചയും മറക്കുമോ? എന്നാൽ എൻ്റെ ജനം എണ്ണമില്ലാത്ത നാളായി എന്നെ മറന്നിരിക്കുന്നു. യിരെമ്യാ 2:32. ഒരു കന്യകയ്ക്ക് ആഭരണത്തോടുള്ള താല്പര്യം യാഥാർത്ഥ്യ ബോധത്തോടെ ബൈബിൾ വെളിപ്പെടുത്തുകയാണ് ഇവിടെ. വിവാഹം എല്ലാവർക്കും മാന്യം, എബ്രായർ 13:4 എന്നതുപോലെയുള്ള ഒരു പ്രസ്താവനയാണിത്. വേദപുസ്തകത്തിൽ ക്രിസ്തുവിനോടും തിരുവചനത്തോടും ജ്ഞാനത്തോടും വിശ്വാസികളുടെ പ്രവൃത്തിയോടും ആത്മീയ സമ്പന്നതയോടുമൊക്കെ പൊന്ന് ഉപമിക്കപ്പെട്ടിട്ടുണ്ട്. നല്ലതിനോട് നല്ലവരോടും ഉപമിച്ചിരിക്കുന്ന ഒരു വസ്തുവിനെ പ്രിയപ്പെട്ടവരെ ഹീനമായി കാണേണ്ട ആവശ്യമുണ്ടോ? ആഭരണങ്ങൾ പാടില്ല എന്നതിനു വേണ്ടി വാദിക്കുന്നവർ പറയുന്ന വാക്യങ്ങളും സംഭവങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ പ്രധാനമായ സംഭവം സീനായിൽ വെച്ച് ഇസ്രായേൽ ജനം തങ്ങളുടെ ആഭരണങ്ങൾ കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹാരാധന നടത്തിയതാണ്. മോശ ആ വിഗ്രഹം പൊടിച്ച് വെള്ളത്തിൽ കലക്കി അവരെ കുടിപ്പിച്ചു. 3000-ഓളം പേരെ ഇക്കാരണത്താൽ വെട്ടിക്കൊന്നു. കൽപ്പലകകൾ മോശ എറിഞ്ഞുടച്ചു. വഴിയിൽ ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല, നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു, ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാനൊരു നിമിഷനേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്തു ചെയ്യണം എന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണങ്ങളെ നീക്കിക്കളയുക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയുക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ ഹോറോബ് പർവ്വതത്തിങ്കൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. പുറപ്പാട് 33:3-6 വരെ. ഇങ്ങനെ ജനം തങ്ങളുടെ ആഭരണം ധരിക്കാതെ യാത്ര തുടർന്നു. ദൈവകൽപ്പനയുടെ നഗ്നമായ ലംഘനമാണ് അഹറോൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. എൻ്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത്. പുറപ്പാട് 20:23. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് എന്നായിരുന്നു ദൈവകൽപ്പന. പുറപ്പാട് 20:4-5. ഏതൊരാൾക്കും യാതൊരു വ്യാഖ്യാനവും കൂടാതെ ദൈവം അവരുടെ ഇടയിൽ നടക്കുകയില്ലെന്നും തങ്ങളുടെ ആഭരണങ്ങളെ നീക്കിക്കളയണമെന്നും ആജ്ഞാപിച്ചത് അവർക്ക് ദൈവം അനുവദിച്ച് നൽകിയ അനുഗ്രഹം ദുരുപയോഗം ചെയ്തതുകൊണ്ടാണെന്ന് വ്യക്തമായി മനസ്സിലാകും. വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ ദേവന്മാരെ ഉണ്ടാക്കരുതെന്ന കൽപ്പന ലംഘിച്ച് അവർ വിഗ്രഹാരാധികളായി. പുറപ്പാട് 20:23. വെള്ളിയും പൊന്നുമല്ല, മരം കൊണ്ടോ കല്ലുകൊണ്ടോ വിഗ്രഹം ഉണ്ടാക്കിയാലും ദൈവത്തിൻ്റെ നിലപാട് അത് തന്നെയായിരിക്കും. അതുകൊണ്ട് മരവും കല്ലും പിന്നീട് ഒരിക്കലും ഉപയോഗിച്ചുകൂടാ എന്ന് പറയുന്നത് ലോജിക്കല്ല. ദൈവത്തിൻ്റെ സ്ഥാനത്ത് മക്കളെ പ്രതിഷ്ഠിച്ചാലും അത് വിഗ്രഹമാണ്. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ യാഗം കഴിക്കുക എന്ന് ദൈവം പറഞ്ഞത് ഇതുകൊണ്ടാണെന്ന് കരുതാം. ഉൽപ്പത്തി 22:1. ഈ വാക്യം പറഞ്ഞുകൊണ്ട് മക്കളെ ഹോമയാഗം കഴിക്കണമെന്നൊരു ഉപദേശം സ്ഥാപിക്കുന്നത് ശരിയാണോ? പുറപ്പാട് 33:1-6 വരെ ദൈവം അവരുടെ ഇടയിൽ നടക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം 2 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. നീ ദുശാഠ്യമുള്ള ജനമാകുന്നു എന്നതാണത്. ആഭരണധാരണമല്ല പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ പാപം, ദുശാഠ്യമാണ്. ആഭരണധാരണമല്ല, വിഗ്രഹാരാധനയാണ് ഇവിടുത്തെ പാപം. ആഭരണധാരണമല്ല, ആഭരണം ദുരുപയോഗം ചെയ്തതാണ് അവർ കാട്ടിയ അപരാധം. ഹോറേബ് മുതൽ അവർ ആഭരണം ധരിച്ചില്ല. എന്നാൽ വാഗ്ദത്ത നാട്ടിലെത്തി കൊള്ള മുതൽ വിഭാഗിച്ചപ്പോൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാം അവർ വിഭാഗിച്ചെടുത്തു, ഉപയോഗിച്ചു. യോശുവ 22:8. ഹോറേബ് മുതൽ അവർ ആഭരണം അണിഞ്ഞില്ലെങ്കിലും അത് തങ്ങളുടെ പക്കൽ അവർ സൂക്ഷിച്ചിരുന്നു. ഈ സംഭവം പറഞ്ഞുകൊണ്ട് ആഭരണം ഉപയോഗിക്കരുതെന്ന ഉപദേശം സ്ഥാപിക്കുന്നത് വചനാനുസരണമുള്ള വേദശാസ്ത്രപരമായ നിലപാടല്ല. ഇതേ കാര്യം തന്നെ ആഖാൻ്റെ ചരിത്രത്തിലും കാണാം. പൊൻവെള്ളിക്കട്ടികളും ബാബിലോന്യ മേലങ്കിയും ആഖാൻ എടുത്തതല്ല, ശപഥാർപ്പിത വസ്തുക്കൾ എടുത്തതാണ് ന്യായവിധിക്ക് കാരണമായത്. അപ്പോൾ തന്നെ ശപഥാർപ്പിത വസ്തു ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് പറയുന്നു. യോശുവ 7-ലും അപ്പോസ്തല പ്രവൃത്തി 6:19-24 അനന്യ സഫിറ ദമ്പതികളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് ഉണ്ടായത്. അപ്പോസ്തല പ്രവൃത്തി 5:1-11 വരെ. ദൈവസന്നിധിയിൽ ചെയ്ത പ്രതിജ്ഞ നിറവേറ്റാതിരുന്നതാണ് അവർ ചെയ്ത പാപം. അതുകൊണ്ട് വസ്തു വാങ്ങരുത്, വിൽക്കരുത് എന്നൊക്കെ ഉപദേശം ഉണ്ടാക്കിയാലോ? ആത്മാവിനെ വിട്ട് അക്ഷരത്തെ ആശ്രയിക്കുന്നതാവും ഫലം. യാക്കോബ് ആഭരണങ്ങൾ കുഴിച്ചിട്ടു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും
കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. ബഥേലിൽ യാഗപീഠം പണിത് യഹോവയെ ആരാധിക്കുന്നതിന് മുമ്പ് ശുദ്ധീകരണ വേളയിൽ യാക്കോബ് അന്യദേവങ്ങളെയും കാതുകളിലെ കുണുക്കുകളെയും കുഴിച്ചിട്ടു. ഈ ഭാഗവും ആഭരണം ഉപേക്ഷിക്കണമെന്ന് വാദിക്കുന്നവർ അനുകൂലമായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഭാഗം സൂക്ഷ്മമായി പരിശോധിച്ചാൽ യാഥാർത്ഥ്യം ബോധ്യമാകും. ഉൽപ്പത്തി 35:4 ദൈവം യാക്കോബിനോട് ആവശ്യപ്പെട്ടത്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്കുക, നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് മാത്രമാണ്. ആഭരണം മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ഒരു കാര്യവും ദൈവം പറഞ്ഞില്ല. അത് യാക്കോബ് തന്നെ ചെയ്തതാണ്. അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുകയും ചെയ്തു. പുതിയ നിയമ ആരാധനയിൽ പുറമേയുള്ള ശാരീരിക ശുദ്ധിയോ വസ്ത്രം മാറലോ വ്യവസ്ഥയായി പറഞ്ഞിട്ടില്ല. ആക്ഷരികമായി ഇതിനെ കാണുന്നത് വിചിത്രമായിട്ടുള്ള വ്യാഖ്യാന രീതിയാണ്. ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്തവ, പ്രത്യേകിച്ച് ഗ്രഹബിംബം നീക്കിക്കളയാതിരുന്നാൽ തൻ്റെ പിൻഗാമികൾ വിഗ്രഹാരാധനയിലേക്ക് പോകാനിടയുണ്ടെന്നുള്ള തിരിച്ചറിവാണ് യാക്കോബിന് അവയെ നീക്കിക്കളയുവാൻ കാരണമായത്. അന്യദൈവങ്ങൾ ഉണ്ടാകരുതെന്നുള്ള കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഇതും ചെയ്തത്. കാതിലെ കുണുക്കുകൾ യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. അവ കുഴിച്ചിട്ടു. പ്രിയപ്പെട്ടവരെ, അവർ കുണുക്കുകൾ മാത്രമേ അണിഞ്ഞിരുന്നുള്ളൂ. അക്കാലത്ത് വിവാഹ സമ്മാനമായി കന്യകമാർക്ക് വളകളും മോതിരവും മുക്കൂത്തിയും നൽകാറുണ്ടായിരുന്നുവെന്ന് റിബേക്കയുടെ ചരിത്രത്തിൽ നാം കണ്ടു. അപ്പോൾ റാഹേലും ലേയും കാതുകളിലെ കുണുക്കുകൾ മാത്രം കൊടുത്തത് എന്താണ്? അക്കാലത്ത് പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും തങ്ങൾ ആരാധിക്കുന്ന ദേവരൂപങ്ങൾ കൊത്തുപണി ചെയ്ത് ആഭരണമായി അണിയാറുണ്ടായിരുന്നു. അപ്രകാരം അന്യദൈവ സ്വരൂപമുള്ള കുണുക്കുകളാവാം യാക്കോബ് അന്യദൈവങ്ങളോടുകൂടെ കുഴിച്ചിട്ടതെന്ന് ന്യായമായി നമുക്ക് അനുമാനിക്കാം. മിദ്യാനരെ തോൽപ്പിച്ച് കിട്ടിയ 1700 ശെക്കൽ പൊൻ കടുക്കൻ ഉപയോഗിച്ച് ഗിദെയോൻ ഏഫോദുണ്ടാക്കി ഒഫ്രയിൽ പ്രതിഷ്ഠിച്ചു. ഇസ്രായേൽ പരസംഗമായി അതിൻ്റെ അടുക്കൽ ചെന്നു. അത് ഗിദെയോനും കുടുംബത്തിനും ഒരു കെണിയായി. ഇതും ആഭരണത്തിൻ്റെ ദുരുപയോഗത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. 1 രാജാക്കന്മാർ 12:28 മുതൽ 31 വരെ നോക്കിയാൽ, യൊരോബെയാം പൊന്നുകൊണ്ട് 2 കാളക്കുട്ടികളെ വാർത്തുണ്ടാക്കി. ഒന്നിനെ ബഥേലിലും മറ്റത് ദാനിലും പ്രതിഷ്ഠിച്ചു. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയാണെന്ന് മേലുല്ലാസവും നൽകി ലേവ്യരല്ലാത്ത പുരോഹിതരെ ശുശ്രൂഷയ്ക്കും നിയമിച്ചു. ഇതും പൊന്നിൻ്റെ ദുരുപയോഗമാണ്. 2 രാജാക്കന്മാർ 5:20 മുതൽ 27 വരെ. ഈ ഭാഗത്ത് അത്യാഗ്രഹം എന്ന ദ്രവ്യാഗ്രഹം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഏലീശ പ്രവാചകൻ വേണ്ട എന്ന് വെച്ച സമ്മാനങ്ങളിൽ നയമാൻ്റെ പക്കൽ നിന്ന് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തട്ടിയെടുക്കുകയാണ് ഗേഹസി ചെയ്തത്. ദിവ്യജ്ഞാനത്താൽ ഈ രഹസ്യ ഇടപാട് ഏലീശ അറിഞ്ഞു. അപ്പോൾ ഗേഹസിയോടെ ദ്രവ്യം സമ്പാദിക്കുവാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നീ വക മേടിക്കുവാനും ഇതാകുന്നുവോ സമയം. ആകയാൽ നയമാൻ്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ വെള്ളി വാങ്ങിയതിനെ മാത്രമല്ല ഏലീശ ശാസിച്ചത്. ദ്രവ്യം, വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസിദാസന്മാർ എന്നിവയുമുണ്ട്. ആഭരണ വിദ്വേഷത്തോടൊപ്പം ഇവ കൂടെ ഉൾപ്പെടുത്താത്തത് എന്താണ്? യാതൊന്നും അതിൽ തന്നെ ദോഷമല്ല. അവയോടുള്ള മനോഭാവവും അവയുടെ ഉപയോഗവുമാണ് പ്രധാനം. ഈ വാക്യങ്ങൾ വെച്ച് പണം സമ്പാദിക്കരുത്, വസ്ത്രം വാങ്ങരുത് തുടങ്ങിയ ഉപദേശങ്ങൾ ഉണ്ടാക്കരുത്. പൊന്നുപയോഗിച്ചാൽ കുഷ്ഠരോഗിയാകുമെന്നൊന്നും തട്ടിവിടരുത്. ദാനിയേൽ 5-ാം അധ്യായം. മദ്യം കുടിച്ച് ലക്കുകെട്ട ബെൽഷസറിന് യഹോവയുടെ ആലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പൊൻവെള്ളി പാത്രങ്ങളിൽ മദ്യം നുകരുവാനൊരു മോഹം. ദൈവത്തിൻ്റെ വിരൽ അവനെതിരെയുള്ള വിധി എഴുതി. അന്ന് തന്നെ അവൻ കൊല്ലപ്പെട്ടു. പൊൻവെള്ളിപ്പാത്രമല്ല, യഹോവയുടെ ആലയത്തിലെ വിശുദ്ധ ഉപകരണങ്ങളെ അശുദ്ധമാക്കിയതുകൊണ്ടാണ് ന്യായവിധി ഉണ്ടായത്. ആഭരണവർജനവാദികൾ പറയാറുള്ള ഒരു പ്രധാന വാക്യമാണ് യെശയ്യാ 2:20-21, 30:22-31-7. പൊന്നു വലിച്ചെറിയും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ തങ്ങൾ നമസ്കരിക്കുവാൻ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ ആ നാളിൽ തുരപ്പനലിക്കും നരിച്ചീർന്നും എറിഞ്ഞുകളയും. ഇവിടെ പറയുന്ന സംഭവവും അതിൻ്റെ സമയവും ശ്രദ്ധിച്ചു നോക്കിയാൽ യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ ആണ് സമയം.
പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെയാണ് വലിച്ചെറിയുന്നത്. അവർ ആശ്രയിച്ച ഈ വിഗ്രഹങ്ങൾക്ക് തങ്ങളെ രക്ഷിക്കുവാൻ കഴിയാത്തതിലുള്ള രോഷപ്രകടനമാണിത്. യിരെമ്യാവ് 4:30 രക്താംബരം ധരിക്കുന്നതും പൊന്നാഭരണം അണിയുന്നതും കണ്ണിൽ മഷി എഴുതുന്നതും അക്ഷരിക സംഭവമല്ല, ആലങ്കാരികമാണ്. ഇസ്രായേലിനെ ഒരു സ്ത്രീയോട് ഉപമിച്ച് അവരുടെ ഭാഗ്യ സൗന്ദര്യം കൊണ്ട് ഇതര രാഷ്ട്രങ്ങളുടെ പ്രീതി ലഭിക്കുമെന്ന വ്യാമോഹം വ്യർത്ഥമാണെന്ന് ഉറപ്പാക്കുകയാണ് ദൈവം ചെയ്തത്. ഈ വാക്യം ആഭരണധാരവുമായി ബന്ധിപ്പിക്കുന്നത് നന്നായി വചനം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ആഭരണങ്ങൾ മലമായി തോന്നും. വളരെ പ്രാധാന്യം നൽകി ആഭരണ നിഷേധവാദികൾ പറയുന്ന ഒരാശയമാണിത്. അവർ തങ്ങളുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞുകളയും. പൊന്ന് അവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിക്കുവാൻ കഴിയുകയില്ല. അതവർക്ക് അകൃത്യഹേതുവായിരുന്നുവല്ലോ. അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംഭത്തിനായി പ്രയോഗിച്ചു. അതുകൊണ്ട് അവർ തങ്ങളുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി. ആകയാൽ ഞാൻ അതവർക്ക് മലമാക്കിയിരിക്കുന്നു. യെഹെസ്കേൽ 7:19-20. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ആഭരണങ്ങൾ അകൃത്യഹേതുവാണെന്നും അതുകൊണ്ട് അതവർക്ക് മലമായി തോന്നും എന്നും അതവർ വലിച്ചെറിയുമെന്നും ദൈവം ആഭരണങ്ങളെ മലമാക്കിയിരിക്കുന്നുവെന്നുമാണ് വ്യാഖ്യാനം. മലം എന്ന് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് ഇംഗ്ലീഷിൽ സെറ്റ് ഇറ്റ് ഫാർ ഫ്രം ദം എന്നും ഐ ഹാവ് മെയ്ഡ് ഇറ്റ് ലൈക്ക് റെഫ്യൂസ് ടു ദം എന്നുമാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. മാർജിനിൽ മെയ്ഡ് ഇറ്റ് അൺ ടു ദം ആൻ അൺക്ലീൻ തിങ് എന്നും കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ മ്ലേച്ഛതകൾക്ക് ദൈവം അയക്കുന്ന ന്യായവിധിയുടെ ഭീകരവൃത്താന്തമാണ് യെഹെസ്കേൽ 7-ാം അധ്യായം. ഇവിടെ യെശയ്യാ പ്രവചനത്തിൽ കണ്ടതുപോലെ പൊന്നും വെള്ളിയും രക്ഷിക്കാതെ വരുമ്പോൾ വിഗ്രഹങ്ങളിൽ ആശ്രയിച്ച ഇസ്രായേൽ അത് വീതിയിൽ വലിച്ചെറിയും. അതുവരെ ദൈവമായും വിശുദ്ധമായും കണ്ട ആ വസ്തുക്കൾ അവർ മലിന വസ്തുവിനെ പോലെ വലിച്ചെറിയും. അന്ന് അവകളോട് അവർക്കുണ്ടാകുന്ന അറപ്പും വെറുപ്പും വ്യക്തമാക്കുകയാണ് ഇവിടുത്തെ ഉദ്ദേശം. അകൃത്യഹേതു എന്നതിന് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അവർ തട്ടി വീഴുവാൻ കാരണമായ ഇടർച്ചക്കല്ലെന്ന് സാരം. ഇനി അകൃത്യഹേതു എന്ന വാക്ക് തന്നെ നോക്കിയാൽ അകൃത്യത്തിന് പൊന്നും വെള്ളിയും കാരണമായതിൻ്റെ 2 കാര്യങ്ങൾ 20-ാം വാക്യത്തിൽ കാണാം. ഒന്നാമത് ഡംഭം. ആഭരണം ഡംഭത്തിനായി ഉപയോഗിച്ചു. ആഭരണമല്ല, വസ്ത്രം, വീട്, കാറ് ഇതൊക്കെ ഡംഭത്തിനായി ഉപയോഗിച്ചാൽ പാപമാണ്. 2 മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മലിന ബിംബങ്ങളെയും ഉണ്ടാക്കി. ഏതു കാലത്തും ഇപ്രകാരം ആഭരണം ദുരുപയോഗം ചെയ്യുമ്പോഴാണ് അത് അകൃത്യഹേതുവാകുന്നത്. ഈ അധ്യായത്തിൽ അവരുടെ മറ്റു മ്ലേച്ഛതകളായ സാഹസം, സമ്പത്ത്, ക്രയവിക്രയം, രക്തപാതകം, നടപ്പ് എന്നിവയെല്ലാം വിധിക്കപ്പെടുന്നുണ്ട്. അവയെല്ലാം മറന്നു കളഞ്ഞിട്ട് ആഭരണധാരണം മാത്രം മലമാക്കി ചിത്രീകരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവർ, വെള്ളിയും പൊന്നും ദുരുപയോഗം ചെയ്തതാണ് ഇവിടുത്തെ പാപം. യെഹെസ്കേൽ 44:12 വിഗ്രഹങ്ങളുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്തത് അകൃത്യഹേതുവായി എന്ന് കാണുന്നു. അതവർ അശുദ്ധമാക്കുമെന്ന് പറഞ്ഞാൽ അത് വിശുദ്ധമായിരുന്നു എന്നല്ലേ അർത്ഥം. പൊന്ന് കവർച്ചയും കൊള്ളയും. ഞാനത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായും ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായും കൊടുക്കും. അവർ അത് അശുദ്ധമാക്കും. യെഹെസ്കേൽ 7:21. ഞാനവയെ കവർച്ചയായും കൊള്ളയായും കൊടുത്തിരിക്കുന്നുവെന്ന് പ്രസൻറ്റ് ടെൻസ് അല്ല, കൊടുക്കുമെന്ന് ഫ്യൂച്ചർ ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്രായേൽ വലിച്ചെറിയുന്ന പൊന്നും വെള്ളിയും കവർച്ചയും കൊള്ളയുമാകും. ഇക്കാലത്ത് പൊന്നും വെള്ളിയും മാത്രമാണോ കവർച്ച ചെയ്യപ്പെടുന്നത്? പണം കള്ളന്മാർ മോഷ്ടിക്കുന്നത് കൊണ്ട് ആരും പണം ഉപയോഗിക്കരുതെന്ന് ഉപദേശിക്കാമോ? വാഹനം കള്ളന്മാർ മോഷ്ടിക്കാറുണ്ട്, അതുകൊണ്ട് ആരും വാഹനം ഉപയോഗിക്കരുതെന്ന് പഠിപ്പിക്കുന്നത് സാമാന്യ ബുദ്ധിക്ക് ചേർന്നതാണോ? ഞാനത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായി കൊടുക്കും, അവർ അത് അശുദ്ധമാക്കും. അതവർ അശുദ്ധമാക്കുമെന്ന് പറഞ്ഞാൽ അത് വിശുദ്ധമായിരുന്നു എന്നല്ലേ അർത്ഥം. ഇത് ഭാവിയിൽ നടക്കുവാൻ പോകുന്ന കാര്യമാണെന്ന് വളരെ വ്യക്തമാണ്. വിശുദ്ധമായ ആ വസ്തുക്കൾ അന്ന് അവർ അശുദ്ധമാക്കും. ദേവാലയത്തിലെ സ്വർണം ജാതികൾ അശുദ്ധമാക്കിയതുപോലെ ദൈവം ശുദ്ധീകരിച്ചതിനെ മനുഷ്യൻ മലിനമെന്ന് എണ്ണുന്നില്ലേ? പൊന്നും വെള്ളിയും മാത്രമല്ല, ദൈവം അവിടുത്തെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ തന്നെ വില വാങ്ങാതെ കൊള്ളയും കവർച്ചയുമായി തീരുന്നില്ലേ? വെള്ളിയും പൊന്നും യഹോവയുടെ ക്രോധ ദിവസത്തിൽ രക്ഷിക്കുകയില്ല. സെഫന്യാവ് 1:18. അതുകൊണ്ട് ഒരു മലിന വസ്തുവിനെ പോലെ അവയെ എറിഞ്ഞു കളയുമെന്നാണ് മേൽപ്പറഞ്ഞവയുടെ എല്ലാം സാരം. പുതിയ നിയമത്തിൽ നിന്നും ആഭരണധാരണ വിരോധത്തിന് അനുകൂലമായി പറയാറുള്ള ചില ഭാഗങ്ങളുണ്ട്. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലിരുന്ന് ഭിക്ഷയയച്ച മുടന്തനോട് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു,
നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക. അപ്പോസ്തലപ്രവൃത്തി 3:6 പത്രോസ് പറയുന്നു. ഒരിക്കൽ പോപ്പിനെ സന്ദർശിച്ച തോമസ് അക്വിനാസിനോട് വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ പത്രോസ്ലീഹായുടെ ഗതികേട് നമുക്കിപ്പോഴില്ല. ആവശ്യത്തിലധികം പൊന്നും വെള്ളിയും നമുക്കുണ്ടെന്ന് പോപ്പ് പറഞ്ഞു. പിതാവേ, പത്രോസ്ലീഹായ്ക്ക് ഇല്ലാതിരുന്നത് നമുക്കിന്ന് ആവശ്യത്തിലധികമുണ്ട്. അദ്ദേഹത്തിനുണ്ടായിരുന്ന നസ്രയനായ യേശു നമുക്കിന്നില്ല. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് ഇന്നൊരു മുടന്തനോട് അങ്ങേക്ക് പറയാമോ എന്നായിരുന്നു അക്വിനാസിൻ്റെ പ്രതികരണം. പൊന്നും വെള്ളിയും പത്രോസിനില്ലായിരുന്നു. വല്ലതും കിട്ടുമെന്ന് കരുതിയാണ് ആ മുടന്തൻ പത്രോസിനെയും യോഹന്നാനെയും സൂക്ഷിച്ചു നോക്കിയത്. അവൻ പ്രതീക്ഷിച്ചത് പൊന്നും വെള്ളിയുമായിരുന്നുവെന്ന് വ്യക്തം. എന്ന് വെച്ചാൽ അക്കാലത്ത് എല്ലാവരും പൊന്നും വെള്ളിയിൽ കയ്യിൽ കൊണ്ടു നടക്കുമായിരുന്നു. ഭിക്ഷ കൊടുക്കേണ്ടി വരുമ്പോൾ പൊന്നോ വെള്ളിയോ ഭിക്ഷ കൊടുക്കുമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലുമല്ല. അവൻ മോഹിച്ച പൊന്നും വെള്ളിയും പണമാണ്. അന്ന് റോമൻ സാമ്രാജ്യത്തിൽ പ്രചാരത്തിലിരുന്നത് കറൻസി അല്ല, പൊന്ന് വെള്ളി നാണയങ്ങളാണ്. ദ്രഹ്മ, വെള്ളിക്കാശ്, താലന്ത് എന്നിവയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പൊന്നും വെള്ളിയും എനിക്കില്ല എന്ന് പത്രോസ് പറഞ്ഞത് ആ മുടന്തൻ പ്രതീക്ഷിച്ച പൊന്നാണയമോ വെള്ളി നാണയമോ തൻ്റെ പക്കലില്ല എന്നാണ്. തൻ്റെ കയ്യിൽ ഒരു പിച്ചക്കാശ് പോലും ഇല്ലായിരുന്നു. അല്ലാതെ പത്രോസ് ഒരു ആഭരണ വിദ്വേഷിയായിരുന്നുവെന്നോ വിശ്വാസികൾ പൊന്നണിയാറില്ലായിരുന്നുവെന്നോ അല്ല ആ വാക്യത്തിൻ്റെ അർത്ഥം. ദ്രഹ്മയും വെള്ളിക്കാശും വെള്ളി നാണയങ്ങളായിരുന്നു. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചപ്പോൾ ഒരു നാണയം കൊണ്ടുവരിൻ എന്നാവശ്യപ്പെട്ട് വാങ്ങി. ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് യേശു ചോദിച്ചു. ദിനാറിയസ് എന്ന നാണയം കാണിച്ചിട്ടാണ്. മത്തായി 22:19. ഒരു റോമൻ പട്ടാളക്കാരൻ്റെ ഒരു ദിവസത്തെ ശമ്പളമായിരുന്നു ഒരു വെള്ളിക്കാശ്. ദിവ്യ അഗസ്തോസിൻ്റെ മകനായ തിബരിയാസ് കൈസർ എന്ന് ഒരു വശത്ത് മേലെഴുത്തും മറുവശത്ത് പുരോഹിത വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രവുമായിരുന്നു ആ നാണയത്തിലുണ്ടായിരുന്നത്. സ്വരൂപങ്ങളെ വണങ്ങുന്നതിന് എതിരായിരുന്ന യഹൂദന്മാർ അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഈ നാണയങ്ങളാണ്. അത്തരം 30 വെള്ളിക്കാശാണ് യേശുവിന് വിലയായി അവർ യൂദായ്ക്ക് നൽകിയത്. നിർദ്ധനായ പത്രോസ് പറഞ്ഞത്, നിനക്ക് തരുവാൻ എൻ്റെ കയ്യിൽ പണമില്ല, എന്നാൽ നിനക്ക് ആവശ്യമുള്ളത് എൻ്റെ പക്കലുണ്ട്. നസ്രയനായ യേശു. അതെ, സകല നാമത്തിലും മേലായ നാമം യേശുവിൻ്റേതാണ്. കാണാതെ പോയതിന് തെരഞ്ഞു രക്ഷിപ്പാനായി വന്ന നാമം യേശുവിൻ്റേതാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനായി വന്ന നാമം യേശുവാണ്. ആ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ സാധിക്കും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ രോഗങ്ങൾ മാറും. യേശുവിൻ്റെ നാമത്തിൽ പുതിയ വഴികൾ, പുതിയ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ ദുരാത്മാക്കൾ വിട്ടുമാറും. യേശുവിൻ്റെ നാമത്തിൽ ജീവിതത്തിൽ ഉയർന്നു വന്ന കാറ്റുകൾ ശാന്തമാകും. യേശുവിൻ്റെ നാമത്തിൽ ജീർണിച്ച ജീവിതത്തിലെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. യേശുവിൻ്റെ നാമത്തിൽ നിരാശ മാറി സന്തോഷം വരും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. വേദപുസ്തകം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഉപദേശമായി പഠിപ്പിച്ച് മനുഷ്യനെ ബന്ധനത്തിലാക്കാതെ യേശു കർത്താവ് പറഞ്ഞതനുസരിച്ച് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുള്ള സദ്വാർത്ത ലോകത്തെ അറിയിക്കുകയും ആരാധനയ്ക്ക് യോഗ്യനായ യേശു കർത്താവിനെ ആരാധിക്കുകയും ആ കർത്താവിൻ്റെ വരവിനായിട്ട് പ്രിയപ്പെട്ടവരെ ഒരുങ്ങുകയും ചെയ്യണം. അപ്പോസ്തലനായ പൗലോസ് മിലത്തോസിൽ നിന്നും എഫേസസിലേക്ക് ആളയച്ച് മൂപ്പന്മാരെ വരുത്തി യാത്രാമൊഴി നൽകുമ്പോൾ ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല എന്ന് ധൈര്യത്തോടെ പ്രസ്താവിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 20:33. ആരുടെയും പണം താൻ മോഹിച്ചിട്ടില്ല എന്നാണ് ആ അവകാശത്തിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ തന്നെ താൻ വല്ലതും പ്രതീക്ഷിക്കേണ്ടത് അവിശ്വാസികളിൽ നിന്നല്ല, മോഹിക്കുവാനിടയുള്ള വെള്ളിയും പൊന്നും വസ്ത്രവും അക്കാലത്തെ വിശ്വാസികളുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നല്ലേ ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്ന് നാം ഉപയോഗിക്കുന്ന കറൻസിയുടെ മൂല്യവും പൊന്നാണ്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 1 പത്രോസ് 1:18-19. ആഭരണം ധരിക്കരുതെന്ന് പറയുവാൻ ഈ വാക്യവും അനേകർ പറയാറുണ്ട്. ഈ വാക്യത്തിൽ പറയുന്ന മുഖ്യ വിഷയം ആഭരണധാരണമേ അല്ല. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് എന്തിനാലല്ല, എന്തിനാലാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താലാണ് നമ്മളെ വീണ്ടെടുത്തത്. ഇവിടെ പൊന്നും വെള്ളിയും മാത്രമല്ല,
മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളും പരാമർശിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പൊന്നും വെള്ളിയും അഴിഞ്ഞു പോകുന്ന യാതൊരു വസ്തുവും വിശ്വാസികൾ ഉപയോഗിക്കരുതെന്നാണോ ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു എന്ന് വെച്ചാൽ മത്തായി 4:4 പറഞ്ഞിരിക്കുന്നതാ അപ്പം തിന്നരുതെന്നാണോ ഇതിൻ്റെ അർത്ഥം? ദൈവവചനവും ദൈവാത്മാവും ഉദ്ദേശിക്കാത്ത വ്യാഖ്യാനം നൽകി ജനത്തെ എന്തിനാണ് കുഴയ്ക്കുന്നത്? ലോകത്തിലെ അഴിഞ്ഞു പോകുന്ന യാതൊരു വസ്തുക്കളാലുമല്ല, യേശുവിൻ്റെ രക്തത്താലാണ് നമ്മളെ വീണ്ടെടുത്തതെന്ന് മാത്രമാണ് ആ വാക്യത്തിൻ്റെ വ്യാഖ്യാനം. കൂടാതെ വെള്ളിയാലുള്ള വീണ്ടെടുപ്പ് യഹൂദ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യപ്പെട്ടിരുന്നതും ഈ വാക്യത്തിൻ്റെ രചനയ്ക്ക് കാരണമായി. മറ്റൊരു വാക്യം യാക്കോബ് 5:1-4 വരെ, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ച് ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. വേലക്കാരുടെ കൂലി വെട്ടിച്ച ധനവാന്മാരുടെ അന്യായമായ സമ്പാദ്യമായ പൊന്നും വെള്ളിയും പണവും കറ പിടിച്ചു പോവുക മാത്രമല്ല, ധനം ദ്രവിച്ച് ഉടുപ്പ് പുഴുവരിച്ചു പോകും. ഇവിടുത്തെ വിഷയവും ആഭരണധാരണമേ അല്ല, കൂലി പിടിച്ചു വയ്ക്കുന്ന ധനികർക്കുള്ള ന്യായവിധിയാണ് വിഷയം. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവർത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. 1 തിമോഥെയോസ് 2:9-10. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. 1 പത്രോസ് 3:3-4. ഈ വേദഭാഗങ്ങളും ആഭരണ വിരോധികൾ വളരെ പ്രാധാന്യം നൽകി പറയാറുണ്ട്. സ്ത്രീകൾ സൽപ്രവർത്തികളെ കൊണ്ട് അലങ്കരിക്കണമെന്നാണ് ഈ വാക്യങ്ങളിലെ സാരം. യോഗ്യമായ വസ്ത്രം ധരിക്കണം, ലജ്ജാശീലം വേണം, പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം. ഒരു മിനിറ്റ് എടുത്ത എന്നിവ കൊണ്ടല്ല അലങ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവ കൊണ്ട് അലങ്കരിക്കരുത് എന്ന് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല എന്ന് വെച്ചാൽ പുറമേയുള്ള അലങ്കാരം വേണ്ട എന്ന അർത്ഥം കണ്ടെത്തുന്നത് വിചിത്രമാണ്. ശിശുസ്നാനവാദികൾ തങ്ങളുടെ വാദം സ്ഥാപിക്കുവാൻ കുടുംബത്തിൽ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ എന്ന് കണ്ടെത്തുന്ന യുക്തി പോലെ മാത്രമേ ഇതുള്ളൂ. ഈ 2 വേദഭാഗങ്ങളിലും പൗലോസും പത്രോസും സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ മാത്രമാണ് പൊന്നുൾപ്പെടെയുള്ള അലങ്കാരത്തെക്കുറിച്ച് പറയുന്നത്. ഇവർ 2 പേരും പുരുഷന്മാരുടെ ജീവിതത്തെയും ശുശ്രൂഷയെയും കുറിച്ച് പറയുന്നുണ്ട്. പൊന്ന് ഉപേക്ഷിക്കേണ്ട വസ്തു ആയിരുന്നെങ്കിൽ അത് പുരുഷന്മാരോടും പറയണമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നേരിട്ടുദ്ദേശിക്കുന്ന ആശയങ്ങൾ ജനത്തെ പഠിപ്പിക്കുന്നതല്ലേ സത്യവചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കുന്ന വ്യാഖ്യാന ശൈലി. കഴുത്തിൽ മാല പാടില്ല, വെഡ്ഡിംഗ് റിംഗ് ആകാം. സായപ്പന്മാരും കുടുംബവും കേരളത്തിൽ വരുമ്പോൾ അവർക്ക് വചനം ശുശ്രൂഷിക്കുന്നതിനും കൂട്ടായ്മയായിരിക്കുന്നതിനും കുഴപ്പമില്ല. കാരണം സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന് പറയും. ഒരേ ചർച്ചിലെ പാവപ്പെട്ട വിശ്വാസികൾ നിർബന്ധമായും ആഭരണങ്ങൾ ഊരിയിരിക്കണം. അവിടുത്തെ പണക്കാർക്കിത് ബാധകമല്ല. വചനത്തിൽ നിന്ന് അന്യമായ ഈ ഒരൊറ്റ പഠിപ്പിക്കൽ എത്രയേറെ തെറ്റിദ്ധാരണകൾക്ക് കാരണമായി. വാച്ചിൻ്റെ ചെയിനും കണ്ണടയുടെ ഫ്രെയിമും തിരഞ്ഞെടുക്കുമ്പോൾ ഉപദേശമെന്ന് പറയുന്നത് എന്തിയെ മറന്നുപോകുന്നത്? ബാഹ്യാലങ്കാരത്തോടൊപ്പം സൽപ്രവർത്തികളാൽ ഹൃദയത്തിലെ ഗൂഢമനുഷ്യനെ അലങ്കരിക്കണമെന്നേ ഇവിടെ ദൈവാത്മാവ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. നന്നായി അലങ്കരിക്കുന്നതിനെയോ നല്ല ആഹാരം കഴിക്കുന്നതിനെയോ ഒന്നും ബൈബിൾ എതിർത്തിട്ടില്ല. മരുഭൂമിയിൽ ദൈവം 40 വർഷം ഇസ്രായേലിനെ പോറ്റിയത് എങ്ങനെയാണ്? നല്ല വീഞ്ഞു കൊടുക്കുന്നവനാണ് കർത്താവ്. നല്ല ദാനങ്ങൾ ദൈവം തരുന്നതാണ്. നല്ലത്, ഏറ്റവും നല്ലതേ അവിടുന്ന് തരൂ. അടുത്തൊരു വാക്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-16 വരെയാണ്. യഹോവ പിന്നെയും അരുളി ചെയ്തതെന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും എറികണ്ണിട്ടുകൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിയുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും. യഹോവ അവളുടെ ഗുഹ്യപ്രദേശത്തെ നഗ്നമാക്കും. അന്ന് കർത്താവ് അവളുടെ കാൽ ചിലമ്പലുകളുടെ അലങ്കാരം, അവളുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തള, പട്ടുകച്ച, പരിമളപ്പെട്ടി, തകിട്ടുകൂട്, മോതിരം, മൂക്കൂത്തി,
ഉത്സവവസ്ത്രം, മേലാട, ശാൽവ, ചെറുസഞ്ചി, ദർപ്പണം, ക്ഷോമപടം, കല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയും. യഹോവയായ കർത്താവ് യഹൂദയെയും യെരുശലേമിനെയും കുറിച്ച് നൽകിയ അരുളപ്പാടാണിത്. ഇത് ക്രൈസ്തവ സഭയുടെ ഉപദേശ സത്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് എന്തിനാണ്? സഭയും യഹൂദരാഷ്ട്രവും തമ്മിൽ വ്യത്യാസമുണ്ട്. യെരുശലേം പുത്രിയെ ചൊറി പിടിപ്പിച്ച് അവളുടെ ഗുഹ്യപ്രദേശത്തെ നഗ്നമാക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഏതൊരാൾക്കും മനസ്സിലാകത്തക്ക വിധം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിഗളിച്ച് കഴുത്ത് നീട്ടിയും എറികണ്ണിട്ടുകൊണ്ട് തത്തി നടന്ന് ചിലമ്പൊലി കേൾപ്പിച്ചതാണ് കാരണം. അവരെ ന്യായം വിധിക്കുന്നതിൻ്റെ കാരണം അവരുടെ നിഗളവും കഴുത്ത് നീട്ടിയുള്ള നടപ്പും എറികണ്ണിടലുമാണ്. ആഭരണം ധരിക്കുന്നവർ മാത്രമേ ഈ പാപം ചെയ്യാറുള്ളൂ. ആഭരണം ധരിക്കാതെ നടക്കുന്ന വിശ്വാസികളായിട്ടുള്ളവർക്ക് നിഗളവും കഴുത്ത് നീട്ടലും തത്തി നടക്കലും എറികണ്ണിടലും ഇല്ലേ? അവർക്കും ഈ ന്യായവിധി ബാധകമല്ലേ? ആഭരണധാരണമോ ആഭരണ ഉപേക്ഷണമോ അല്ല, നിഗളവും അഹങ്കാരവും ദുർമോഹവും അനാശാസ്യ ജീവിതവുമാണ് ഇവിടെ പറയുന്ന വിഷയം. ആ ന്യായവിധിയിൽ കാൽച്ചിലമ്പുകൾ, നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, മോതിരം, മൂക്കൂത്തി എന്നിവ മാത്രമല്ല, അവരുടെ ഉത്സവവസ്ത്രവും മേലാടയും ദർപ്പണവും മൂടുപടവും നീക്കിക്കളയുമെന്നാണ് അരുളി ചെയ്തിരിക്കുന്നത്. മഹാപുരോഹിതനായ യോശുവയെ ഉത്സവവസ്ത്രം ധരിപ്പിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. സെഖര്യാവ് 3:4. ധൂർത്തപുത്രനെ മേത്തരമായ അങ്കി ധരിപ്പിച്ചു. ലൂക്കോസ് 15:22. യേശയ്യാ 3:16-26 വരെയുള്ളത് വെച്ച് ആഭരണധാരണം പാടില്ല എന്നൊരു ഉപദേശം സ്ഥാപിച്ചാൽ ദൈവം ധരിപ്പിച്ച ഈ വസ്ത്രവും മേലാട മുകൾ വസ്ത്രവും ചെറുസഞ്ചി പേഴ്സും ദർപ്പണം മുഖം നോക്കുന്ന കണ്ണാടിയും പോരാ, മൂടുപടം പോലും ഇടുവാനോ ഉപയോഗിക്കുവാനോ പാടില്ല. ഇത്തരം വേദഭാഗങ്ങൾ പറഞ്ഞ് ഉപദേശ സ്ഥാപനത്തിന് ശ്രമിക്കുന്നത് വേദപുസ്തക പരിജ്ഞാനമില്ലാത്തവരുടെ മാതൃക പിൻപറ്റലാവും. ഇപ്രകാരമുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടാണ് വ്യാജമതക്കാർ തങ്ങളുടെ വ്യാജോപദേശവും ഭൂതോപദേശങ്ങളും സ്ഥാപിക്കുന്നതെന്ന് മറക്കരുത്. ആഭരണം ധരിക്കരുതെന്നതിന് അനുകൂലമായി മിക്കവരും പറയുന്ന ഒരു ന്യായമാണ് പിതാക്കന്മാർ ഇട്ട അതിര് നീക്കരുത് എന്നുള്ളത്. ഈ മാതൃക എന്ന വാക്ക് ഒരു ആത്മീക പരിവേഷം നൽകുന്ന വാക്കാണ്. വാസ്തവത്തിൽ പാരമ്പര്യം എന്നതാണ് ശരിയായ പദം. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞവയിൽ നിന്നും വേർപെട്ടവനാണ് യഥാർത്ഥ വിശ്വാസി. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് വീണ്ടെടുത്തത് വീണ്ടും അവയിൽ കുടുങ്ങിപ്പോകാനല്ല. ഈ വാദഗതി ശരിയെന്ന് വന്നാൽ അക്രൈസ്തവവും ക്രൈസ്തവുമായ മുൻ പാരമ്പര്യങ്ങളെ ഉപേക്ഷിച്ചതും തെറ്റാണെന്ന് വരില്ലേ? പാരമ്പര്യം, മാതൃക എന്ന ഓമനപ്പേര് നൽകിയാലും എന്നും പാരമ്പര്യം തന്നെയാണ്. മാനുഷിക പ്രീതിക്ക് വേണ്ടിയുള്ള ഒരു കണ്ടെത്തലും ഊന്നുവടിയും മാത്രമാണ് ഈ പിതാക്കന്മാരുടെ മാതൃകയും. യാക്കോബ് 2:1-4 വരെ, സഹോദരന്മാരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ടൊരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്കുക അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിൽ ഇരിക്കുക എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ വിധിക്കുന്നവരായില്ലയോ? യാക്കോബ് അവിശ്വാസികളുടെ പള്ളിയിലെ കാര്യമല്ല ഇവിടെ പറയുന്നത്. സഹോദരന്മാരെ എന്ന സംബോധന ഇത് വിശ്വാസികളുടെ സഭാകൂടിവരവാണെന്ന് വ്യക്തമാക്കുന്നു. കിങ് ജെയിംസ് വെർഷനിൽ ഇഫ് ദർ ഷുഡ് കം ഇൻ ടു യുവർ അസംബ്ലി എ മാൻ വിത്ത് ഗോൾഡ് റിങ്സ് എന്നാണ് ആ വാക്യം. ഇത് അസംബ്ലിയാണ്, യഹൂദന്മാരുടെ പള്ളി, സിനഗോഗല്ല. 1-ാം നൂറ്റാണ്ടിലെ കൂടിവരവുകളിൽ മോടിയുള്ള വസ്ത്രം ധരിച്ച് പൊന്മോതിരമണിഞ്ഞ് വിശ്വാസികൾ ചിലരെങ്കിലും ചെല്ലാറുണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ്. അവിടെ യാക്കോബ് ശാസിച്ചതും വിമർശിച്ചതും മോടിയുള്ള വസ്ത്രധാരണത്തെയോ മോതിരധാരണത്തെയോ അല്ല. അങ്ങനെ ചെല്ലുന്നവനെ ആദരിക്കുകയും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചെത്തുന്ന ദരിദ്രനെ അനാദരിക്കുകയും ചെയ്യുന്ന മുഖപക്ഷത്തിന് നേരെയാണ് യാക്കോബ് ആഞ്ഞടിച്ചത്. ഇപ്രകാരം ഒരു പ്രവണത ഉണ്ടാകുവാനിടയുള്ളതുകൊണ്ട് ആരും മോടിയുള്ള വസ്ത്രമോ പൊന്മോതിരമോ അണിയരുതെന്ന് താൻ വിലക്കിയില്ല. മുഖപക്ഷം ഉണ്ടാകരുതെന്നാണ് ഗുണദോഷിച്ചത്. ഇനി അങ്ങനെ ഒരുവൻ ചർച്ചിൽ വന്നാൽ അവനോട് അസൂയപ്പെടുന്നതും പാപമാണ്. ഇവിടെ എല്ലാം ശ്രദ്ധിച്ചാൽ ക്രൈസ്തവ ധാർമ്മികതയിൽ മുഖ്യസ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത് ഉള്ളിലെ മനോഭാവത്തിനാണെന്ന് വ്യക്തമാണ്. നല്ല ലക്ഷ്യത്തിൽ ചെയ്യുന്ന തെറ്റും തെറ്റായ ലക്ഷ്യത്തിൽ ചെയ്തു കൂട്ടുന്ന നന്മയും പാപമാണ്. ആഭരണധാരണം ഒരു ഉപദേശ വിഷയമായി പലരും പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിനുവേണ്ടി അവർ നടത്തുന്ന അധര വ്യായാമം ഏതോ വൻ കാര്യം സാധിക്കുന്ന മട്ടിലാണ് അവർ ചെയ്യുന്നത്.
പ്രിയപ്പെട്ടവരെ, മുഖംമൂടി അഴിച്ചു മാറ്റി, മുൻവിധി മാറ്റിവെച്ച്, കപടഭക്തി ഉപേക്ഷിച്ച് സത്യസന്ധമായ ഒരു നിലപാടാണ് ഇവിടെ ആവശ്യം. വേദപുസ്തകത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ? വേദപുസ്തക ശാസ്ത്രം, ബിബ്ലിയോളജി, ബൈബിളിൻ്റെ ഉത്ഭവം, എഴുതപ്പെട്ട കാലം, രചയിതാക്കൾ, ദൈവനിശ്വാസ്യത, നിസ്തുല്യത എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് വേദപുസ്തക ശാസ്ത്രം, ബിബ്ലിയോളജി. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാന ദൈവശാസ്ത്രം, തിയോളജി പ്രോപ്പർ. ദൈവശാസ്ത്രം എന്ന അർത്ഥം വരുന്ന തിയോളജി എന്ന പദം തെയോസ്, ലോഗോസ് എന്നീ 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായതാണ്. തെയോസ് എന്നതിന് ദൈവമെന്നും ലോഗോസ് എന്നതിന് വചനമെന്നുമാണ് അർത്ഥം. എങ്കിലും ദൈവശാസ്ത്രം എന്നതിന് ഈ വാക്കുപയോഗിച്ചു വരുന്നു. പിതാവായ ദൈവത്തെ പറ്റിയുള്ള പഠനത്തിനാണ് അടിസ്ഥാന ദൈവശാസ്ത്രം അല്ലെങ്കിൽ തിയോളജി പ്രോപ്പർ എന്ന് പറയുന്നത്. അടുത്തത് ക്രിസ്തുശാസ്ത്രം, ക്രിസ്റ്റോളജി. ക്രിസ്തു എന്ന ദൈവമർമ്മത്തെപ്പറ്റി പഠിക്കുന്ന പഠനങ്ങളാണിത്. അടുത്തത് പരിശുദ്ധാത്മശാസ്ത്രം, ന്യൂമാറ്റോളജി. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠനമാണിത്. അടുത്തത് ദൂതശാസ്ത്രം, ഏഞ്ചലോളജി. ദൂതന്മാരെക്കുറിച്ച് പഠിക്കുന്ന ദൈവശാസ്ത്ര ശാഖയെ ദൂതശാസ്ത്രം എന്ന് പറയുന്നു. അടുത്തത് നരവംശാസ്ത്രം, ആന്ത്രോപോളജി. ആന്ത്രോപോസ് എന്ന ഗ്രീക്ക് വാക്കിന് മനുഷ്യൻ എന്നാണ് അർത്ഥം. ലോഗോസ് എന്ന വാക്കിന് വിജ്ഞാനം, വചനം എന്നെല്ലാമാണ് അർത്ഥം. ഈ 2 വാക്കുകളും ചേർന്ന് ആന്ത്രോപോളജി എന്ന വാക്കുണ്ടായി. മനുഷ്യനെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര പഠനമാണിത്. അടുത്തത് പാപശാസ്ത്രം, ഹമാർഷ്യോളജി. പാപത്തെക്കുറിച്ചും അതിൻ്റെ പരിണത ഫലത്തെക്കുറിച്ചുമുള്ള പഠനമാണ് പാപശാസ്ത്രം. അടുത്തത് രക്ഷാതത്വശാസ്ത്രം, സോറ്റീരിയോളജി. സോറ്റീരിയോളജി എന്ന പദം രൂപപ്പെട്ടത് സോറ്റീരിയ, രക്ഷ, ലോഗോസ്, വചനം എന്നീ 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ്. സോറ്റീരിയ എന്നതിന് ഒരുവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു എന്നാണ് അർത്ഥം. മനുഷ്യനെ നരകത്തിയിൽ നിന്നും, അതായത് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്നും, സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കുന്നതിനെയാണ് രക്ഷ എന്ന് പറയുന്നത്. ഈ വിഷയത്തിലുള്ള പഠനത്തിനാണ് രക്ഷാതത്വശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്തത് സഭാശാസ്ത്രം, എക്ലീഷ്യോളജി. യെക്, ഖലിയോ എന്നീ 2 ഗ്രീക്ക് പദങ്ങൾ കൂടിച്ചേർന്ന എക്ലേസിയ എന്ന വാക്കിന് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമെന്നാണ് അർത്ഥം. ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. സഭയുടെ ആരംഭം, വളർച്ച, സഭ എന്ന മർമ്മം, ഉപദേശങ്ങൾ, ദൗത്യം, ആരാധന, സഭയും ശിക്ഷണ നടപടികളും, സഭയുടെ ഭാവി എന്നിവയെക്കുറിച്ചുള്ള വേദപുസ്തകാടിസ്ഥാനത്തിലുള്ള പഠനമാണ് സഭാശാസ്ത്രം. ഇതിനകത്താണ് സ്നാനം, തിരുവത്താഴം എന്ന വിഷയമൊക്കെ വരുന്നത്. അടുത്തത് ഭാവികാലശാസ്ത്രം, എസ്കറ്റോളജി. എസ്കറ്റോസ്, ലോഗോസ് എന്നീ 2 പദങ്ങൾ ചേർന്നാണ് എസ്കറ്റോളജി എന്ന വാക്കുണ്ടായത്. അതിന് ഭാവികാല ശാസ്ത്രം എന്നാണ് അർത്ഥം. കർത്താവിൻ്റെ 2ാമത്തെ വരവ്, ക്രിസ്തുവിൻ്റെ ന്യായാസനം, കുഞ്ഞാടിൻ്റെ കല്യാണം, മഹാപീഡനകാലം, തേജസ്സിൻ്റെ സിംഹാസനം, സഹസ്രാബ്ദ വാഴ്ച, വെള്ള സിംഹാസനം, സ്വർഗം, നരകം, പുതിയ ആകാശം, പുതിയ ഭൂമി, നിത്യത ആദ്യായ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഭാവികാല ശാസ്ത്ര പഠനം. പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങളിലൊന്നുമുള്ള ഒരു സബ്ജക്റ്റ് അല്ല ഈ ആഭരണം ഉപേക്ഷിക്കുക എന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉപദേശമായിട്ട് സ്ഥാപിക്കണമെങ്കിൽ അടിസ്ഥാനമായി ദൈവവചനത്തിൽ നിന്ന് നേരിട്ടുള്ള വാക്യങ്ങൾ നമ്മൾ ഹാജരാക്കണം. അതായത് ഒന്നാമത് ദൈവവചനം ആധാരമായിരിക്കണം. പഴയ നിയമ കൽപ്പനകൾ പോലെ ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്, യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് എന്ന പോലെ യാതൊരു ആഭരണവും ഉണ്ടാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്ന് വ്യക്തമായി പറയുന്ന ഒരു കൽപ്പന പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഇല്ല. ന്യായപ്രമാണ കൽപ്പനകളെ ഉദ്ധരിച്ച് പുതിയ നിയമവിശ്വാസികൾ ആചരിക്കേണ്ട സുവർണ ന്യായപ്രമാണം, ഗോൾഡൻ ലോ, അതാണ് യേശു ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിക്കുമ്പോൾ ഭിക്ഷ കൊടുക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പോലും പറഞ്ഞിരിക്കെ ആഭരണത്തെക്കുറിച്ച് മൗനം പാലിച്ചിരിക്കുന്നു. അതും ഏതൊരാളും അലങ്കാരത്തിന് വേണ്ടി ആഭരണങ്ങൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന അക്കാലത്ത് ആഭരണ വിരോധം യേശു പഠിപ്പിക്കാതിരുന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമല്ലേ? അപ്പോൾ തന്നെ ആഭരണധാരണത്തിന് അനുകൂലമായ പ്രസ്താവനകൾ യേശുവിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് താനും. പ്രിയപ്പെട്ടവരെ, ദൈവവചനം വിലക്കാത്ത കാര്യത്തെ നമ്മളെന്തിനാണ് വിലക്കുന്നത്? ജാതികളിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നവരെ പ്രബോധിപ്പിച്ച് യാക്കോബിൻ്റെ നേതൃത്വത്തിൽ കൂടിയ യെരുശലേം കൗൺസിൽ പാസ്സാക്കിയത് എന്താണെന്ന് നോക്കിയാൽ അപ്പോസ്തലപ്രവൃത്തി 15:12 മുതൽ 20 വരെ, ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിക്കുവാൻ നാം അവർക്ക് എഴുതണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. ജാതികളെല്ലാം ആഭരണധാരികളും ആഭരണപ്രേമികളുമാണ്. അത് വർജിക്കണമെന്ന് അപ്പസ്തോലന്മാരോ മൂപ്പന്മാരോ ആവശ്യപ്പെട്ടിട്ടില്ല. ആഭരണവർജനം സംബന്ധിച്ച് നേരിട്ടൊരു വചനം ഹാജരാക്കുവാനായിട്ട് സാധിക്കുന്നതല്ല.
ഉപദേശം സ്ഥാപിക്കണമെങ്കിൽ ദൈവവചനം ആധാരമായിരിക്കണം. രണ്ടാമതായി ഉപദേശ സത്യങ്ങളുടെ സാർവത്രിക സ്വഭാവം. വേദപുസ്തകത്തിലെ ഏതൊരു ഉപദേശവും അതിൻ്റെ സാർവത്രിക സ്വഭാവം കൊണ്ട് ശ്രദ്ധേയമാണ്. പശ്ചാത്തല പൗരസ്ത്യ ഭേദം കൂടാതെ ഏത് സ്ഥലത്തും ഉപദേശത്തിൽ ഐക്യവും ഏകീകരണവുമുണ്ട്. വ്യത്യസ്ത സഭാവിഭാഗങ്ങൾ വ്യാഖ്യാനങ്ങൾ കൊണ്ട് മാറ്റം വരുത്തുന്നുണ്ടെങ്കിലും വേദപുസ്തകം ദൈവനിശ്വാസ്യമായതാണെന്ന് അംഗീകരിച്ചിട്ടുള്ള വേദശാസ്ത്രജ്ഞർ ഉപദേശം ഐക്യമുള്ളവർ തന്നെയാണ്. ആഭരണധാരണ വിഷയം സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഐക്യമില്ലാത്തതിൻ്റെ കാരണം എന്താണ്? ഇതൊരു ഉപദേശ വെളിപ്പാടാണെങ്കിൽ സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും എന്നതുപോലെ ഇന്ത്യയിലെ പോലെ അമേരിക്കയിലും ആഫ്രിക്കയിലെ പോലെ തന്നെ ഓസ്ട്രേലിയയിലും അംഗീകരിക്കപ്പെടേണ്ടതല്ലേ? ആചരിക്കേണ്ടതുമല്ലേ? ഭൂപടത്തിലൊരു പൊട്ടോളമില്ലാത്ത കേരളത്തിൽ മാത്രം, അതും കേവലം ഒരു ന്യൂനപക്ഷം മാത്രം ആചാരമായി അംഗീകരിച്ചിരിക്കുന്ന ആഭരണവർജനം ഒരു ഉപദേശ സത്യമാകുന്നത് എങ്ങനെയാണ്? ഒരു ഉപദേശം അതിൻ്റെ സാർവത്രികത കൊണ്ടാണ് സ്വീകാര്യമാകുന്നത്. ആഭരണവർജനം ഒരു ഉപദേശമായിരുന്നുവെങ്കിൽ തീർച്ചയായും വേദപുസ്തകം രാവും പകലും വള്ളി പുള്ളി തെറ്റാതെ പഠിക്കുന്ന വേദപണ്ഡിതന്മാർക്ക് അത് വെളിപ്പെടാതെ പോകുമായിരുന്നോ? അതോ അവരൊക്കെ നമുക്ക് മാത്രം ലഭിച്ചിരിക്കുന്ന വെളിപ്പാടുകളുടെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ വളരെ പുറകിലാണോ? ഏതായാലും ആഭരണവർജനം ഒരു സാർവത്രിക ഉപദേശ സത്യമല്ല. ബ്രദറൻകാർ ഉൾപ്പെടെയുള്ള കൺസർവേറ്റീവ്സ് ഒരു ഉപദേശം സ്ഥാപിക്കുന്നതിന് 3 അതിപ്രധാന വ്യവസ്ഥകൾ നോക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി, യേശുക്രിസ്തു എന്ത് പഠിപ്പിച്ചു? പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളാണ് ഇതിനു വേണ്ടി പരിശോധിക്കേണ്ടത്. സുവിശേഷങ്ങളിൽ ആഭരണം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പഠിപ്പിച്ചിട്ടില്ല. 2, അപ്പസ്തോലിക പ്രായോഗികത. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് അപ്പോസ്തോലന്മാർ എന്ത് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതാണ്. ആഭരണം ഉപേക്ഷിക്കുവാൻ അപ്പോസ്തോലന്മാർ നിർബന്ധിച്ചിട്ടില്ല. രക്ഷിക്കപ്പെട്ടവരെ ആഭരണം നീക്കി സ്നാനപ്പെടുത്തിയതായി ഒരു പ്രാക്ടീസ് അപ്പോസ്തോലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകത്തിൽ കാണുന്നില്ല. 3, ലേഖനങ്ങളിൽ അത് സംബന്ധമായ ഉപദേശമുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ഇതാണ്. കർത്താവായ യേശുവിൻ്റെ ഉപദേശവും അപ്പസ്തോല പ്രവർത്തികളെ അപ്പസ്തോലന്മാരുടെ പ്രാക്ടീസും കഴിഞ്ഞാൽ ലേഖനങ്ങളിൽ ആ വിഷയം ഉപദേശമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. ആകെ ലേഖനങ്ങൾ 21 ആദ്യത്തെ 9 സഭാലേഖനങ്ങൾ ഉപദേശ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. റോമർ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പറയുന്നു. 1 കൊരിന്ത്യർ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയ്ക്കുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നു. 2 കൊരിന്ത്യർ ദുരുപദേഷ്ടകന്മാർക്കെതിരെ ശക്തനായ പൗലോസിനെക്കുറിച്ച് പറയുന്നു. ഗലാത്യർ ന്യായപ്രമാണത്തിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. എഫേസ്യർ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെക്കുറിച്ച് പറയുന്നു. ഫിലിപ്പിയർ ക്രിസ്തുവിലെ യഥാർത്ഥ സന്തോഷത്തെക്കുറിച്ച് പറയുന്നു. കൊളോസ്യർ ക്രിസ്തു സഭയുടെ ശിരസിനെക്കുറിച്ച് പറയുന്നു. 1 തെസ്സലോനിക്കർ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിലെ ആശ്വാസത്തെക്കുറിച്ച് പറയുന്നു. 2 തെസ്സലോനിക്കർ 2ാം വരവിനെക്കുറിച്ചുള്ള സംശയ നിവാരണമാണ്. അടുത്ത 4 പാസ്റ്ററൽ ലേഖനങ്ങൾ, പേഴ്സണൽ ലേഖനങ്ങളാണ്. 1 തിമോത്തിയോസ് ആത്മീയ വളർച്ചയ്ക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. 2 തിമോത്തിയോസ് പൗലോസിൻ്റെ അന്ത്യ സന്ദേശങ്ങൾ നൽകുന്നു. തീത്തോസ് മാതൃകാ സഭയെയും പ്രവർത്തകരെയും കുറിച്ച് പറയുന്നു. ഫിലമോൻ എത്രമാത്രം ക്ഷമിക്കണമെന്ന് പറയുന്നു. അവസാനത്തെ ലേഖനങ്ങൾ എബ്രായർ മഹാപുരോഹിതനും മഹത്വധാരിയുമായ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു. യാക്കോബ് വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടണമെന്ന് പറയുന്നു. 1 പത്രോസ് കഷ്ടാനുഭവം ഏതു വിധമാണെന്ന് പറയുന്നു. 2 പത്രോസ് കള്ളപ്രവാചകന്മാരുടെ മുമ്പിൽ എങ്ങനെ ഭക്തനാകണമെന്ന് പറയുന്നു. 1 യോഹന്നാൻ ദൈവത്തോടുള്ള കൂട്ടായ്മ. 2 യോഹന്നാൻ സത്യത്തിനു വേണ്ടിയുള്ള ദാഹം. 3 യോഹന്നാൻ അതിഥി സൽക്കാരം, ദുരുപദേശ ഖണ്ഡനം. യൂദ ദുരുപദേശങ്ങളെ ചെറുക്കുക എന്നതാണ് വിഷയം. പ്രിയപ്പെട്ടവരെ, ഈ ലേഖനങ്ങളിൽ ഒന്നും ആഭരണം പാടില്ല എന്ന ഒരു ഉപദേശവും കാണുന്നില്ല. ആഭരണ വിരോധികൾ ഈ വ്യവസ്ഥ പാലിക്കാതെ പഴയ നിയമത്തിലെ ചില സംഭവങ്ങൾ പറഞ്ഞാണ് അവരുടെ വാദം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത്. ഏതെങ്കിലും സംഭവങ്ങൾ വെച്ച് ഒരിക്കലും ഉപദേശങ്ങൾ സ്ഥാപിച്ചുകൂടാ. എന്നാൽ ഇന്ന് വേർപാടെന്ന് പറഞ്ഞുകൊണ്ട് പറയപ്പെടുന്ന പ്രധാന വിഷയമാണ് ആഭരണം ധരിക്കരുത് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന് എതിരായിട്ടുള്ള എല്ലാറ്റിൽ നിന്നും വേർപാട് പാലിക്കുക. സാക്ഷ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക. പാപം ചെയ്തു പോകാവുന്ന കാര്യങ്ങളിൽ നിന്നും അകലം പാലിക്കണം. ബൈബിൾ കൃത്യമായി പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളിൽ പാലിക്കേണ്ട വ്യവസ്ഥ നോക്കിയാൽ 1 കൊരിന്ത്യർ 8:13 മറ്റുള്ളവർക്ക് ഇടർച്ചയുണ്ടാക്കുമോ എന്ന് പരിശോധിക്കുക. അപ്പസ്തോല പ്രവൃത്തി 24:16 മനസ്സാക്ഷി കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ ചെയ്യരുത്. റോമർ 14:16 വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. കൊളോസ്യർ 3:17 ദൈവനാമം മഹത്വപ്പെടുമോ എന്ന് പരിശോധിക്കുക. 1 കൊരിന്ത്യർ 6:19-20 ശരീരത്തെ നശിപ്പിക്കുമോ എന്ന് സൂക്ഷ്മ പരിശോധന നടത്തണം. യെശയ്യാ 1:18 ദൈവവുമായി വാദിച്ചു നോക്കുക. ദൈവം അനുവദിച്ചുവെന്ന് നല്ല ബോധ്യമുള്ളവ മാത്രം ചെയ്യുവാൻ ശീലിക്കുക.
റോമർ 14:3 തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്, ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. ഈ പ്രമാണം ആഭരണം ധരിക്കുന്നവരും ധരിക്കാത്തവരും ഒരുപോലെ പാലിക്കേണ്ടതാണ്. വിശ്വാസ സമൂഹത്തിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി ആഭരണധാരണം മാറിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ വചനപ്രകാരമുള്ള ഒരു നിലപാട് സ്വീകരിക്കുവാൻ വേർപെട്ടവർ തയ്യാറാകാത്ത പക്ഷം ഏറ്റവും അധികം നഷ്ടം സഹിക്കേണ്ടി വരുന്നത് ഈ സമൂഹങ്ങൾ തന്നെയായിരിക്കും. ഉപദേശപരമായ ഒരു കാര്യത്തിനു വേണ്ടി ഉണ്ടാവുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിക്കുന്നതിൽ കുഴപ്പമില്ല. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്നാണല്ലോ കർത്താവിൻ്റെ കൽപ്പന. ഇതിനിടയിൽ മറ്റ് യാതൊരു നിബന്ധനയോ വ്യവസ്ഥയോ കർത്താവ് വെച്ചിട്ടില്ല. മാനുഷിക നിയമങ്ങളെയും പ്രമാണങ്ങളെയും നഖശികാന്തം എതിർക്കുന്ന ഈ വേർപെട്ടവർ ഈ മാനുഷിക വ്യവസ്ഥയ്ക്ക് വേണ്ടി പ്രാണവേദന അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? വേർപെട്ടവർക്ക് ആഭരണത്തോട് അലർജി ഉള്ളപ്പോൾ തന്നെ വിദേശങ്ങളിൽ നിന്ന് വരുന്ന ചില വിശ്വാസികൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇത് കടത്തുന്നുണ്ട്. വിമാനത്താവളം വരെ ശരീരത്തിലും പിന്നെ ബാഗിലേക്കും മാറ്റും. അനേക ആഭരണ വിരോധികളായ വിശ്വാസികളുടെ ഭവനത്തിലും ഇവ കരുതി വച്ചിട്ടുണ്ട്. ഈ പരീക്ഷത്തിൻ്റെ കപടമുഖവും മുഖമൂടിയും മാറ്റി ദയവായി പ്രിയപ്പെട്ടവരെ സത്യസന്ധരാകുക. മനുഷ്യരുടെ മുമ്പിൽ അതിവിശുദ്ധരുടെ വേഷം കെട്ടുവാനുള്ള ഈ തത്രപ്പാട് തമ്പുരാൻ്റെ മുമ്പിൽ ചെലവാകില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആഭരണ വിരോധം കൊട്ടിഘോഷിച്ച് യാഥാസ്ഥിതികരായ വിശ്വാസികളുടെ പ്രീതിയും പിടിച്ചുപറ്റി ബാങ്ക് ബാലൻസും കൊഴിപ്പിച്ച് പൊസിഷനു വേണ്ടിയുള്ള ഓട്ടങ്ങളും സ്റ്റേജുകൾക്ക് വേണ്ടിയുള്ള തന്ത്രങ്ങളും മനുഷ്യർക്ക് വെളിവാകുകയില്ലെങ്കിലും കർത്താവിനതറിയുവാൻ സാധിക്കും. നീതി, കരുണ, ദയ, വിശ്വസ്തത, ഇന്ദ്രിയജയം ഇവയൊക്കെ വിട്ടുകളയുകയും മറ്റുള്ളവരെ ബോധിപ്പിക്കുവാനുള്ള വേഷഭക്തി പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്നവർ കൊതുകിനെ അരിക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയുമാണ്. എങ്ങനെയാണ് ഈ ആഭരണം ഉപേക്ഷിക്കൽ കേരളത്തിൽ മാത്രം വന്നത്? പറയാം. 1835 സെപ്റ്റംബർ 6 പാലക്കാട്ട് മണപ്പുറം ഗ്രാമത്തിൽ വെങ്കടേശ്വര അയ്യർ ഭാഗവതരുടെയും മീനാക്ഷി അമ്മയുടെയും മൂത്ത പുത്രനായി സ്മാർത്ത ബ്രാഹ്മണ സമുദായ കുടുംബാംഗമായി രാമച്ചർ അയ്യർ എന്ന വ്യക്തി ജനിച്ചു. ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം യൂസ്തുസ് യോസഫ് എന്ന പേരിൽ അറിയപ്പെട്ടു. 1861 മാവേലിക്കരയിൽ വെച്ച് വിശ്വാസ സ്നാനം നടന്നു. പിന്നീട് 1868 CSI സഭയുടെ പുരോഹിതനായി. അന്നു മുതലാണ് വിദ്വാൻകുട്ടി അച്ഛൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഒരുപാട് പാട്ടുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്നുള്ള ഗാനം. 1875 വിദ്വാൻകുട്ടി അച്ഛൻ്റെ ഉണർവ് യോഗങ്ങളുടെ ഫലമായി ആത്മീകമാരി പെയ്തു. ക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്നതായിരുന്നു വിഷയം. 5.5 വർഷം കഴിയുമ്പോൾ, അതായത് 1881 ഒക്ടോബർ 2 കർത്താവ് വീണ്ടും വരുമെന്ന് വിദ്വാൻകുട്ടി അച്ഛൻ തറപ്പിച്ച് പ്രസംഗിച്ചു. അനേകർ കർത്താവിൻ്റെ വരവിനായി കാത്തിരുന്നു. യുയോമയം സഭ, 5 വേദക്കാർ എന്നിവർ അറിയപ്പെട്ടു. ആ നാളുകളിൽ വിശ്വാസധീരന്മാർ അവരുടെ നിലം, പുരയിടങ്ങൾ ഇവ വിറ്റു. സ്ത്രീകൾ അവരുടെ ആഭരണങ്ങൾ വിദ്വാൻകുട്ടി അച്ഛൻ്റെ പാദത്തിൽ സമർപ്പിച്ചു. എന്നാൽ കർത്താവിൻ്റെ വരവ് നടക്കാതെ പോയതിനാൽ ആ കാത്തിരിപ്പ് പൂർണ്ണ പരാജയമായിപ്പോയി. ആഭരണം മാറ്റിയതിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ചരിത്ര സംഭവമാണ് ഞാനീ പറഞ്ഞത്. കർത്താവിൻ്റെ വരവ് പെട്ടെന്നാണ് എന്നുള്ള വിഷയമാണ് ആഭരണം ഉപേക്ഷിക്കുന്നതിന് കാരണമായി തീർന്നത്. ഈ വിദ്വാൻകുട്ടി അച്ഛൻ്റെ ഉണർവ് കാലത്ത് പല വിധത്തിലുള്ള ഹിന്ദുമത ആചാരങ്ങളും തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരത്തിൽ വന്നു. ഉദാഹരണമായിട്ട് സന്യാസം, കാഷായ വസ്ത്രം ധരിക്കുന്നത്, ഇത് തെക്കൻ തിരുവിതാംകൂറിൽ ഇപ്പോഴും സ്വാധീനം ചെലുത്തുന്നു. മത്സ്യമാംസവർജനം, ഇത് ക്രമേണ അപ്രത്യക്ഷമായി. ബ്രാഹ്മണ ക്ഷത്രിയ വിധവമാരുടെ സകലവും ഉപേക്ഷിച്ചുള്ള സന്യാസ ജീവിതത്തിലെ ആചാരങ്ങളിലൊന്നായ ആഭരണം ഉപേക്ഷിക്കുന്നത് വിദ്വാൻകുട്ടി അച്ഛൻ്റെ ഉണർവുകാലത്ത് ദൈവഭക്തിയുടെ അടയാളമായി ക്രിസ്തീയ സ്ത്രീകൾ സ്വീകരിച്ചപ്പോൾ അവർ പ്രദർശിപ്പിച്ച ഭക്തിക്ക് അക്കാലത്ത് ഒരു തരത്തിലുള്ള ബ്രാഹ്മണ ക്ഷത്രിയ കുലീനത്വം ലഭിക്കുകയും അത് വളരെ പ്രചരിക്കുകയും ചെയ്തു. 1899 അതായത് 1875 ഉണർവിന് 24 വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രദറൻ രീതിയിലുള്ള ക്രിസ്തീയ സ്നാനം കുമ്പനാട്ട് ആരംഭിച്ചത്. പിന്നീട് മഹാകവി KV സൈമൺ സാറും മറ്റും സ്നാന ശുശ്രൂഷകൾ ധാരാളമായി നടത്തിയപ്പോൾ നേരത്തെ നടപ്പിലായി കഴിഞ്ഞിരുന്ന ആഭരണം ഉപേക്ഷിക്കുന്ന ആചാരം തുടരുക മാത്രമാണ് ചെയ്തത്. കാലങ്ങൾ പിന്നിട്ടപ്പോൾ
ലോകത്തെ കേരളത്തിൽ മാത്രം രക്ഷിക്കപ്പെടുന്നവർ സ്നാനപ്പെടുവാൻ ആഭരണം ഉപേക്ഷിക്കണമെന്ന നിബന്ധന കർശനമായി പാലിക്കേണ്ടതായി വന്നു. വേദപുസ്തക പ്രകാരം കർത്താവിൻ്റെ രാജകൽപ്പനയാകുന്ന സ്നാനം ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തി അനുസരിക്കണമെങ്കിൽ കേരളത്തിൽ ആഭരണം ഉപേക്ഷിക്കണമെന്ന ഹിന്ദുമത ആചാരം കൂടി അനുസരിക്കണമെന്ന അബദ്ധജടിലമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. സ്നാനമെന്ന രാജകൽപ്പനയേക്കാൾ വലിയ കൽപ്പനയായി ആഭരണം ഉപേക്ഷിക്കുക എന്ന കൽപ്പന വളർന്നു വന്നു. എത്രയോ പരിതാപകരമായ ഒരു വസ്തുതയാണിത്. ഒരു നമ്പൂതിരിയുടെയും പൂച്ചയുടെയും കഥ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇല്ലത്തെ കാരണവരായ നമ്പൂതിരിക്ക് വളർത്തുപൂച്ചയോട് വളരെ ഇഷ്ടമായിരുന്നു. എങ്കിലും ഭക്ഷണത്തിനിരിക്കുമ്പോൾ പൂച്ച അടുത്തു വന്ന് ശരീരത്തിൽ ഉരുമുന്നത് നമ്പൂതിരിക്ക് വെറുപ്പായിരുന്നു. അതുകൊണ്ട് നമ്പൂതിരി ഭക്ഷണത്തിനിരിക്കുമ്പോൾ പൂച്ചയെ കെട്ടിയിടുക പതിവായി. ചില നാളുകൾക്ക് ശേഷം നമ്പൂതിരി മരിച്ചു. മൂത്ത മകൻ കാരണവരായി. മകൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ അടുത്തൊരു പൂച്ചയെ കെട്ടിയിടണമെന്ന് നിർബന്ധമായി. പൂച്ചയെ കെട്ടിയിടാതെ അയാൾ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് വന്നു. അപ്പൻ പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഭക്ഷണം കഴിക്കുമ്പോൾ പൂച്ച അടുത്തു വന്ന് ശല്യപ്പെടുത്താതിരിക്കേണ്ടതിന്. എന്നാൽ മകൻ്റെ കാലമായപ്പോൾ ഭക്ഷണ സമയത്ത് അടുക്കൽ ഒരു പൂച്ചയെ കെട്ടുന്നത് ഒരു പാരമ്പര്യമായി മാറി. അപ്പൻ നട്ട ആലെന്ന് പറഞ്ഞുകൊണ്ട് മകൻ അതിൽ കെട്ടിഞ്ഞാന്നു ചാകുന്നു എന്ന പഴമൊഴിയാണ് ഈ ബന്ധത്തിൽ ഓർമ്മയിൽ വരുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ദൈവവചനത്തിലെ സത്യങ്ങൾ പാരമ്പര്യ ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.